ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് അന്ന് കുളമുട്ടത്ത് പോയതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. അന്നത്തെ തന്നെ വീഡിയോസാണ്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് വന്നിട്ട് നേരെ ഇനി വീട്ടിൽ വന്നില്ല. അതുവഴിക്ക് ഇറങ്ങി നെടുമങ്ങാട് പോയി മുന്താസത്തായും മോളെ ഹിബക്കുട്ടിയൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് ലുലു മാളിൻ്റെ തൊട്ട് താഴെ ഒരു പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ അവിടെ പോയായിരുന്നു. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കയറിയ ടൈമിൽ ഫസ്റ്റ് കണ്ടത് കുറച്ച് വെള്ളച്ചാട്ടമാണ്. അവിടെ നിന്ന് നേരെ ഒരു ഗുഹ പോലെ, അതിനകത്ത് കുറച്ച് മൃഗങ്ങളുടെ സ്റ്റാച്യൂസ് ഉണ്ട്. അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ. ഒട്ടകം, ആന, കുതിര, അങ്ങനെ എന്തൊക്കെയോ ഇവന്മാരൊക്കെ പിടിച്ചു നോക്കുമായിരുന്നു. ഒരു ബഹളമായിരുന്നു. പിന്നെ അത് ഉപ്പൂസിനെല്ലാം എവിടെ കൊണ്ടിട്ടാലും ഓടിച്ചാടി നടക്കണമെങ്കിൽ കൊണ്ട് പിടിച്ചാൽ കിട്ടാത്ത ഓട്ടമായിരുന്നു. ഇതിലേ പോയി അതിലേ വരും, അതിലേ പോയിട്ട് ഇതിലേ വരും, അങ്ങനെ കളിയായിരുന്നു. പിന്നെ ഹിബായൊക്കെ തോണ്ടൊക്കെ എവിടെ ഇതിലേക്ക് പോയിട്ട് വരണതാണ് ഇതൊക്കെ. അപ്പം അവർക്കൊക്കെ പിന്നെ ഇവിടെ കിട്ടിയ വരി അറിഞ്ഞുകൊണ്ടെങ്കിലും വരി കണ്ടുപിടിച്ചെങ്കിൽ അവർ വീടെത്തും. ആ സ്വഭാവമാണ് എല്ലാത്തിനും. അങ്ങനെ അപ്പോൾ എല്ലാത്തിനെയും തൊട്ട് നോക്കിയാണ് ജീവനുണ്ട്, അതിന് കടിക്കാൻ വരൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഏകദേശമൊക്കെ കണ്ടു തന്നു. പിന്നെ ആന ഉണ്ടായിരുന്നു, ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആനക്കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആനക്കുട്ടിയും തള്ളാനയും കൊച്ചാനയും കൂടെ പിണങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു പിള്ളേർക്ക്. പിള്ളേരല്ലേ അത് വിശ്വസിക്കും, പിന്നെ അല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ ഇത്ര ഇതേ ഉള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചെല്ലുന്നത് പിന്നെ ഒരു ദൂരം ഉണ്ട് മെർമെയ്ഡിൻ്റെ ഇതായിട്ട്. അത് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്, ഇതിൽ ആഡാക്കിയിട്ടില്ല. ഞാനത് ഒറ്റയ്ക്ക് ആഡാക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഇതുപോലെ പാർക്ക് ഒക്കെ ആയിട്ടാണ് കുട്ടികൾക്ക് കളിക്കുന്നത്. ഉമ്മാർക്ക് കുട്ടി എന്തെങ്കിലും കണ്ടാൽ അപ്പം കയറണം. ദുഃഖുതാ ബൈക്കിൽ കയറണമെന്ന് പറഞ്ഞ് കയറ്റിയപ്പോൾ കാണാം യഥാർത്ഥ ബൈക്ക് ഓട്ടിക്കുമ്പോൾ തിരിഞ്ഞിരുന്നൊക്കെ ഓട്ടിച്ചു. പിന്നെ അവർ വണ്ടി ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ അവനെ പിടിച്ച് കയറ്റിയൊക്കെ ഇരുത്തി. പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചായിരുന്നു. ഫുഡ് എന്താ വലിയ ഫുഡൊന്നുമല്ല, എന്തൊക്കെയോ പാവ് ബജി അങ്ങനെ എന്തൊക്കെയോ മേടിച്ചാണ്, ഞാൻ മറന്നു. അതൊന്നും വീഡിയോസ് എടുത്തില്ല. പിന്നെ നമ്മൾ അത് കണ്ട് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയി. അതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്.